രണ്ടാം മൂഴം മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സ്ക്രിപ്റ്റ് സിനിമയാകുന്നു. അതും നമ്മുടെ സാക്ഷാൽ MDയുടെ സ്വപ്നം പൂവണിയാൻ പോകുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന ഒരു മുഖ്യ കഥാപാത്രം അദ്ദേഹം അഭിനയിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് പക്ഷേ ഒരുപാട് ഊഹാപോഹങ്ങൾക്ക് ഇടയുള്ളൊരു സിനിമയാണ്. കാരണം പല രീതിയിൽ പറയുന്നുണ്ട്. കാരണം മോഹൻലാൽ ഭീമനാണെന്ന് പറയുമ്പം MD ഭീമനായി മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനകത്ത് നിലനിൽക്കുന്ന ഒരു സംശയം. കാരണം മമ്മൂട്ടി ഇതിൻ്റെ നാടകം ഭീമനായിട്ടുള്ള നാടകത്തിൽ മമ്മൂട്ടി അഭിനയിക്കുകയും അത് പത്രങ്ങളൊക്കെ വളരെ ന്യൂസായിട്ട് വന്നതാണ്. തലയൊക്കെ വെച്ച് അനുഗ്രഹിക്കുകയും ഭീമനായിട്ട് നീ അജയ്യനായിട്ട് വരുമെന്നൊക്കെ ആ നാടകം കഴിഞ്ഞപ്പം അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുകയും മമ്മൂട്ടിയെ വളരെ വാത്സല്യമായി നോക്കി കാണുന്ന ഒരാളാണ് MD. മമ്മൂട്ടിയുടെ ഗുരുവായിട്ട് മമ്മൂട്ടി കാണുന്നതാണ്. എന്നാൽ നമ്മുടെ BR ഷെട്ടി 1000 കോടിക്ക് നിർമ്മിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഭീമനായിട്ട് അഭിനയിക്കുന്നായിരുന്നു പിന്നെ വാർത്തകൾ വന്നത്. ഇതിനകത്ത് കറക്റ്റ് ന്യൂസുകൾ നമുക്ക് കൃത്യമായിട്ട് ആർക്കും പ്രഡിക്റ്റ് ഇന്ന ആളെ ഭീമനാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു വീഡിയോസ് ഒന്നും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. മോഹൻലാൽ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് സ്ക്രിപ്റ്റ് എല്ലാം കേട്ടു, ഞാൻ ഭീമനാണ്. പക്ഷേ MDയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു കൃത്യമായിട്ടൊരു വിവരണം നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഒരു കാര്യം പറയാം, ഇതൊരു പാൻ ഇന്ത്യൻ രീതിയിലായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. അത് വലിയൊരു സ്കെയിലായിരിക്കും ആ സിനിമ വരുന്നത്. അന്നേരം മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ മാത്രം പോരാ, ചിലപ്പോൾ ഋഷഭ് ഷെട്ടിയെ പോലൊരു ലോകോത്തര വാണിജ്യപരമായിട്ടുള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റാറുകളൊക്കെ വരണമായിരിക്കും. ചിലപ്പോൾ ഹിന്ദിയിൽ നിന്നും കന്നഡയിൽ നിന്നും തെലുങ്കിൽ നിന്നും ഒക്കെ വരികയും മമ്മൂട്ടി മോഹൻലാലും അതിനകത്ത് ഒരു ഭാഗമാകുക എന്നുള്ളതിൽ സംശയം വേണ്ട. ചിലപ്പോൾ ദുര്യോധനോ ദ്രോണാചാര്യോ ഒക്കെ ആയിട്ട് ഗംഭീര കഥ, ചിലപ്പോൾ ഭീമനായിട്ട് തന്നെ വരുന്നേക്കാം കഥാപാത്രങ്ങളാകട്ടെ. കാരണം ഉറപ്പായിട്ട് ഒരു റെമ്യൂണറേഷൻ പോലും ഇല്ലാതെ, ചിലപ്പോൾ പ്രതിഫലം പോലും ഇല്ലാതെ അഭിനയിച്ചെന്നും ഇരിക്കാം. കാരണം MDയോടുള്ള അവരുടെ ചിത്രങ്ങൾ അതുപോലെ ഗംഭീര ചിത്രങ്ങളാണ് മമ്മൂട്ടി മോഹൻലാലും ചെയ്തു കൊടുത്തത്. പ്രത്യേകിച്ച് മമ്മൂട്ടിക്കും മോഹൻലാലിനും അതിഗംഭീര ചിത്രങ്ങളാണ്. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാതെ ഒരു രണ്ടാം മൂഴം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയത്തില്ല. എന്തായാലും ഇവർ രണ്ടുപേരും ഉള്ള ഒരു രണ്ടാം മൂഴത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം.